ഞാൻ കഴിഞ്ഞ മാസം ലീവ് വേക്കൻസിക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കറക്റ്റായിട്ട് ചേച്ചി എനിക്ക് പൈസ ഇട്ട് തന്നേ. അങ്ങനെ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു നീലൂസിന് കുറച്ച് ക്രീമും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ സപ്ലൈകോയിൽ പോയിട്ട് അടുക്കളയിലത്തേന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. ക്രീം തേടിയാണ് പോയത്. അവിടെ എത്തിയപ്പോഴാണ് നല്ല വില കേട്ടോ. പിന്നെ ക്രീമൊക്കെ നല്ല വിലയായിരിക്കും കുട്ടികളുടെ ക്രീമിനൊക്കെ. ഞങ്ങൾ കുറേ എടുത്ത് നോക്കി കേട്ടോ. ഹിമാലയയും ജോൺസണിൻ്റെയും പിന്നെ വേറെ ഏതോ കമ്പനിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നല്ല വില ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേറെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു കേട്ടോ. നീലൂസിന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് ഒരു ടർക്കി വാങ്ങിക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പൈസ കിട്ടുമ്പോൾ അവനായിട്ട് അതങ്ങ് വാങ്ങിക്കാമെന്ന്, അവന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കും വേണ്ടുന്ന സാധനങ്ങളും പിന്നെ നീലൂസിന് വേണ്ടുന്ന ടർക്കിയും ഒക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഒരു സോപ്പും എടുത്തുണ്ട് നീലൂസിന് കുളിക്കാനായിട്ട്. പിന്നെ ക്രീം നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നല്ല ക്രീം നോക്കി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ക്രൈ കയറിയിട്ട് ഒരു ലോഷൻ വാങ്ങിച്ചിട്ടു. നല്ല മണമൊക്കെ ഉള്ളൊരു ലോഷനാണ്. അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വട്ടിയൂർക്കാവിലെ ചന്തയിൽ കയറി മീൻ വാങ്ങാനായിട്ട്. അങ്ങനെ നല്ല ചാളയും വാങ്ങിച്ചു. അവിടെ ഈ സുന്ദരനാണോ സുന്ദരിയാണോ ആരോ ഒരാൾ അവിടെ നോക്കി മീൻ ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയിരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ മീനും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ലോഷൻ. അത് ഓപ്പൺ ചെയ്തപ്പോഴേ കറക്റ്റായിട്ടല്ലായിരുന്നു. അത് ഞാൻ പിടിച്ച് ഞെക്കി എൻ്റെ കഴുത്തിലൊക്കെ തെറിച്ച്. പിന്നെ കുഴപ്പമില്ല, നല്ല മണം ഉണ്ടായിരുന്നേ. ഇന്ന് വൈകിട്ട് നീലൂസിനെ കുളിപ്പിച്ചിട്ട് ഈ ലോഷനൊക്കെ ഇട്ട് കൊടുക്കണം. നേരത്തെ ഞാൻ ജോൺസണിൻ്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അതിലെ ഒരു ക്രീമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വലിയ മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പൈസ കിട്ടുമ്പോൾ നല്ലൊരു ലോഷനോ ക്രീമോ എന്തെങ്കിലും അങ്ങ് വാങ്ങിക്കണമെന്ന്, ഇത്തിരി മണത്ത് നടക്കാനായിട്ട്. അങ്ങനെ നീലൂസിന് വാങ്ങിച്ച സോപ്പും ഞാനൊന്ന് മണപ്പിച്ച് നോക്കി. സോപ്പ് മണപ്പിച്ച് നോക്കി ഹിമാലയയുടെ സോപ്പാണ് വാങ്ങിച്ചത്. പക്ഷേ നമ്മുടെ ഈ ലെക്സ് സോപ്പുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മണം പോലെ എനിക്ക് തോന്നി. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഡേറ്റ്സ് എടുത്തു. ഡേറ്റ്സൊക്കെ നീലൂസിന് ഇനി വേണ്ടുന്ന സാധനം ജാം വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു ഐലൈനർ, പിന്നെ ഫേസ് വാഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഡെറ്റോൾ ഇല്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് വാങ്ങിച്ചത് ഈ ഒരു ടർക്കി ആട്ടോ. നീലൂസിനെ കുളിപ്പിച്ച് തോത്താനായിട്ട് ഈ ഒരു ടർക്കി വാങ്ങിച്ച് 150 രൂപയായിരുന്നു ആ ടർക്കിക്ക്. അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ എനിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് ഇനി ഇതെടുത്ത് എല്ലാം വെച്ചിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലായിരുന്നോ, ഇനി അത് കഴുകി വൃത്തിയാക്കാനായിട്ട് പോവാട്ടോ. അങ്ങനെ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഡ്രസ്സ് മാറിയതിന് ശേഷം ഞാൻ നേരെ വന്ന് കതക് തുറന്ന് നോക്കുന്നത് വെയിലുണ്ടോ മഴ വരുമോ എന്നൊക്കെയാണ് കേട്ടോ. കാരണം തുണി നനച്ചിട്ടത് അങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ ഇടുന്നുണ്ട്. ചൂടടിച്ച് കുറച്ചെങ്കിലും ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബാക്കി തുണി ചേട്ടൻ രാവിലെ ഇവിടെ കഴുകി വെച്ചേക്കുന്നു. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം അതെടുത്ത് വിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചാള എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാള നല്ല ചാളയായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ചാളയായിരുന്നു. ആ മാമനാണെങ്കിൽ ഒരു അയിലയുടെ മീനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അതെന്തിനാ ഈ ചാളയുടെ കൂടെ അയില തന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇപ്പോൾ ഓർത്തപ്പം പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് നാളെ അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പവും ഗ്രീൻ പീസ് കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അരി എടുത്ത് വെള്ളത്തിലിട്ടു. അല്ലെങ്കിൽ ഞാൻ ഇനി മറന്നു പോവും ഓർക്കുമ്പോൾ അങ്ങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ മീൻ വെട്ടാനായിട്ട് തുടങ്ങിയേ. വെളിയിൽ പോയി ഇരുന്ന് മീൻ വെട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒടുക്കത്തെ വെയിൽ കാരണം എന്താ പറയുക, അവിടെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഒടുക്കത്തെ വെയിലെന്ന് പറയാൻ പറ്റത്തില്ല. കുറേ ദിവസം മഴ പെയ്തിട്ടേ ഒരു വെയിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എനിക്ക് വന്നെങ്കിൽ ഭയങ്കര ആക്രാന്തമാണ്. കാരണം എന്തോ തുണി ഉണങ്ങി കഴുകിയിട്ട തുണികളെല്ലാം ഉണക്കി കിട്ടാനേ പിന്നെ അങ്ങോട്ട് ധൃതിയായിരിക്കും. തുണികൾ വിരിച്ചിടാനും ഉണക്കി പറക്കാനും ഒക്കെ അങ്ങോട്ട് വെപ്രാളമായിരിക്കും. അപ്പോൾ ഇനി വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കളയാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത് ആ പാത്രം നിറഞ്ഞ് വേസ്റ്റായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മീനിൻ്റെ വേസ്റ്റും കൂടെ അതിലോട്ട് ഒഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് നിറഞ്ഞു തുളുമ്പും. അപ്പോഴത്തേനും അതൊക്കെ കൊണ്ട് കളയണം. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുള്ള് കൂടുതലും മീൻ കഴുകി വൃത്തിയാക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്നത്. കാര്യം വേറൊന്നുമല്ല, എനിക്ക് നല്ല രസമായിട്ട് തോന്നി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടപ്പോഴേ എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇങ്ങനെ മീൻ കട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇന്ന് രാവിലെ നീലൂസ് പോയി കേട്ടോ. നീലൂസ് പോന്ന പിന്നെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസോ അങ്ങനെയൊന്നും ഞാൻ എടുത്തില്ല, സമയം കിട്ടിയില്ല. എനിക്കിങ്ങനെ വീഡിയോയും കൂടി എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും. അയ്യോ കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, വണ്ടി വരുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കാരണം ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് റിലാക്സ് ആയിട്ട് എല്ലാം രാവിലെ റെഡിയാക്കി നീലൂസിനെ വിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ചോറും വെച്ചു, പിന്നെ മത്തങ്ങയും പയറും കൂടെ, ചെറുപയറും കൂടെ എരിശ്ശേരിയും വെച്ചു, പിന്നെ മുട്ടയും പൊരിച്ചു. അതാണ് നീലൂസിന് ലഞ്ചിന് കൊടുത്തു വിട്ടത്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് പയറും ചെറുപയറും തേങ്ങയും കൂടെ ഇട്ടിട്ടുള്ള മിക്സ് അങ്ങനെ ആക്കി കൊടുത്തു വിട്ടു. വൈകിട്ട് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റും നട്ട്സും കൂടെ കൊടുത്തു വിട്ടോ. അപ്പോൾ ഇത്രയാണ് നീലൂസിന് കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലേ, പറഞ്ഞ പോലെ തന്നെ എനിക്ക് ധൃതി പിടിക്കാനായിട്ട് വയ്യാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം, ഒരുപാട് സമയമെടുത്ത് വീഡിയോ എടുത്ത് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി വറക്കണം, വറുത്തിട്ട് ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കണം. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഒരു 11 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സമയമുണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് നേരം കയറി കിടന്നു കേട്ടോ. കയറി കിടന്നിട്ടാണ് 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എഴുന്നേറ്റ് വന്ന് മീനൊക്കെ കട്ട് ചെയ്ത് പകുതി മീൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് പകുതി മീനെടുത്ത് ഇന്ന് വറക്കാൻ പുരട്ടി വയ്ക്കാം, ബാക്കി പകുതി അയലയും ബാക്കി പകുതി മീനും കൂടെ ചാളയല്ലേ അതും കൂടെ നാളെ തേങ്ങ പച്ച അരച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലോട്ട്. അപ്പോൾ ഇന്ന് എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എളുപ്പമായിരിക്കും. നീലൂസിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഇത് നല്ല മുള്ളുള്ള ചാള കേട്ടോ. അതുകൊണ്ട് നീലൂസിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കലത്തേന് വറക്കാനും എടുക്കാം, രാത്രിയിലത്തേനും വേണമെങ്കിൽ വറക്കാനായിട്ട് എടുക്കാം. രാത്രിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പുട്ടും ഉള്ളിക്കറി എടുക്കാമെന്നാണ്. അപ്പോൾ 2 മീനും കൂടെ വറുത്തതുണ്ടെങ്കിൽ കുശാലായില്ലേ, അടിപൊളിയായില്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത് കേട്ടോ. അപ്പം എന്താണ്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, പിന്നെ ഒരു വെയിൽ വരും, പിന്നെയും മഴ പെയ്യും, പിന്നെയും വെയിൽ വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ കഴുകിയിടുന്ന തുണികളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഉണങ്ങി ഒരു വെള്ളമൊക്കെ ഒന്ന് തോന്ന് കുറച്ചും കൂടിയേ ഉണങ്ങാനായിട്ട് കാണും. പക്ഷേ അപ്പോഴത്തേനും മഴ പെയ്തിട്ട് ബാക്കിയും കൂടെ അങ്ങ് നനഞ്ഞ് പിന്നെയും ഒന്നേന്ന് ഉണങ്ങാനായിട്ട് കിടക്കും അത്. അങ്ങനെ എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ മഴ മൊത്തം ആ തുണി കൊണ്ടു. പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ വെയിലുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ മീൻ വെട്ടാനായിട്ട് ഇരുന്നത്. എന്നിട്ട് കതക് അടയ്ക്കുന്നില്ല ഞാൻ, കാരണം മഴ പെയ്യുന്നെങ്കിൽ അറിയത്തില്ല. നമ്മുടെ ഈ വീട്ടിൽ കതക് അടച്ചിട്ട് അകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് മഴ പെയ്താലോ മഴയാന്നോ വെയിലാന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഫാനും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഫാനിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഓടി ഇറങ്ങി നോക്കും മഴ പെയ്യുവാണെന്ന്. പക്ഷേ അത് ഫാനിൻ്റെ സൗണ്ടാണെന്ന് അപ്പോഴായിരിക്കും അറിയുന്നത്. പിന്നെ എന്താ പറയുക, വെയിലാണെങ്കിലും അത്ര വെയിലൊന്നും നമ്മൾ അകത്ത് ഹാളിലൊക്കെ ഇരിക്കുമ്പം കതകടച്ചിട്ടിട്ട് ഇരിക്കുവാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല കേട്ടോ. വെയിൽ മാറിയിട്ട് മഴക്കോള് വന്നാലോ അല്ലെങ്കിൽ മഴക്കോള് മാറിയിട്ട് വെയിൽ വന്നാലോ ഒന്നും അറിയാനായിട്ട് പറ്റത്തില്ല അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ. കാരണം ജനലും കതകും എല്ലാം അടച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ജനൽ തുറന്നിട്ടിരിക്കാനായിട്ട് പേടിയാണ്, പാമ്പും എല്ലാം വന്ന് കയറിയാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ജനലും അങ്ങനെ എപ്പോഴും തുറക്കാറില്ല, ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ തുറക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഈ കറണ്ട് പോകുന്ന സമയത്തൊക്കെ തുറക്കും. രാത്രിയിലൊക്കെ കറണ്ട് പോവുകയാണെങ്കിൽ ജനൽ തുറന്നിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ജനലിൻ്റെ അവിടെ തന്നെ നിൽക്കും കേട്ടോ, മാറത്തില്ല അവിടുന്ന്, എനിക്ക് പേടിയാണ്. അങ്ങനെ ന്യായം പറഞ്ഞുകൊണ്ടിരുന്ന് മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു. മീനെല്ലാം ഇനി ക്ലീൻ ചെയ്ത് എടുക്കണം. ഞാൻ ഉപ്പിട്ടൊന്നും കഴുകുന്നില്ല കേട്ടോ, എനിക്കിനി ഉപ്പെടുക്കാനൊന്നും വയ്യ. ഇനിയിപ്പോൾ കൈ സോപ്പിട്ട് കഴുകാതെ ഉപ്പ് വെട്ടിയെടുക്കാനും വയ്യ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ മീനിൻ്റെ നാറ്റമായിരിക്കും അതിനകത്ത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ അതുകൊണ്ട് ഞാൻ ഉപ്പെടുത്തില്ല. ഇനിയിപ്പോൾ ചേട്ടായിയെ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടായി അവിടെ എന്തൊക്കെയോ ജോലിയിൽ ബിസി ആയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതുമില്ല. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് ഇനി ഇത് പുരട്ടി വെക്കണം കേട്ടോ. ഇന്ന് മീൻ പുരട്ടി വെക്കാനായിട്ട് സാധാരണ ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഏത് മീനാണേലും പുരട്ടി വെക്കാനായിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഇരിപ്പുണ്ട്, അരപ്പിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരപ്പും കൂടെ ചേർത്തൊന്ന് വറുത്ത് നോക്കാമെന്ന്. മിക്കവരും അങ്ങനെ ആയിരിക്കും മീൻ വറക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോളൂ. ഞാൻ സാധാരണ ചിക്കനോ ബീഫോ ഒക്കെ എടുക്കുമ്പോഴേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പുരട്ടിയെടുക്കത്തുള്ളൂ. ചിക്കൻ വറക്കുമ്പോഴൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുമല്ലോ, അതിന് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ ഇന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കിയിട്ടോ. അങ്ങനെ അതും ട്രൈ ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പുരട്ടിയതിൻ്റെ ഓൾറെഡി പകുതി മീനാണ് എടുത്ത് പുരട്ടിയത്. ആ പുരട്ടിയതിൻ്റെ പകുതി മീനെടുത്ത് ഞാൻ ഫ്രിഡ്ജിലും വയ്ക്കാമെന്ന് വിചാരിച്ചു. പകുതി എടുത്ത് ഇപ്പോൾ വറക്കാം. ഈ ഒരു അയിലയാണ് കേട്ടോ മാമ ഫ്രീ ആയിട്ട് തന്നത്. അങ്ങനെ അതും കൂടി എടുത്തു. അപ്പോൾ നാളെ തേങ്ങ പച്ച അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നാളെ ചോറിന്. നീലൂസിന് വേറെ എന്തെങ്കിലും ആക്കി കൊടുത്തു വിടണം. പിന്നെ വറുക്കാനായിട്ട് പുരട്ടാൻ പോവാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ പറയട്ടെ. നിങ്ങളിങ്ങനെയാണോ മീൻ വറക്കുന്നതെന്ന് പറയണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്താണോ വറക്കുന്നതെന്ന് പറയണേ. ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒന്നും വീട്ടിൽ കാണാറില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാനും പോകത്തില്ല ഞാൻ. ഇന്ന് പിന്നെ ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിപ്പുള്ളത് കൊണ്ട് അതും കൂടി എടുത്ത് പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചപ്പോഴത്തേനും മീനെടുത്ത് അങ്ങോട്ട് എണ്ണയിലോട്ട് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജ് അങ്ങ് തീർന്ന്. പിന്നെ ക്യാമറ ഓണാക്കാനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ചാർജൊക്കെ ആയിട്ട് മീൻ വറക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും, പണി കഴിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്രയും മതി ഇന്ന്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.